എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നീണ്ട നാളുകളായി മാധ്യമങ്ങളും ഗവൺമെന്റ് ഏജൻസികളും നടത്തിവരുന്ന ബോധവൽക്കരണ പരിപാടികൾ ഒരു മാത്രം ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ ഒരു മാത്രം അതൊന്ന് ശ്രദ്ധിക്കുവാനോ മനസ്സ് കാട്ടാതെ പ്രവാസഭൂമി സ്വപ്നം കണ്ട് യാത്ര പുറപ്പെടുന്ന പ്രവാസികൾക്ക് അവരുടെ ജീവിതം ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും അവരുടെ ഈ പ്രവൃത്തിയിലൂടെ തന്നെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിൽ പ്രവാസിയായിരിക്കെ രക്താർബുദം ബാധിച്ച് മരണമടഞ്ഞ കൊടുങ്ങല്ലൂർ സ്വദേശി സതീശന്റെ നിരാലംബരായ കുടുംബത്തെ സഹായിക്കാൻ കലാ കുവൈറ്റ് ശേഖരിച്ച 1,70,735 രൂപ പരേതന്റെ കുടുംബത്തിന് കൈമാറി. സതീശന്റെ വസതിയിലെത്തി സതീശൻ അംഗമായിരുന്ന കലയുടെ ജഹ്റ യൂണിറ്റ് കൺവീനർ അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ CPIM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ചന്ദ്രശേഖരൻ കുടുംബത്തിന് ഫണ്ട് കൈമാറി. ഏരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി KR രാജേഷ് എന്നിവരും കലാ കുടുംബാംഗം വിജയനും ചടങ്ങിൽ സംബന്ധിച്ചു. എട്ട് മാസങ്ങൾക്ക് മുമ്പ് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് അറുതി വരുത്തുവാനായി സൌദിയിലെത്തിയ ആന്ധ്ര കടപ്പ സ്വദേശിനി റസൂൽ ബി 2 മാസത്തെ തർഹീൽ വാസത്തിനു ശേഷം നവയുഗം സാംസ്കാരിക വേദിയുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങുന്നു. ഭർത്താവിന്റെ മരണത്തോടെ അനാഥമായ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി കഴിഞ്ഞ ഏപ്രിലിൽ മുംബൈയിലെ ഭാഷാ അസോസിയേറ്റിലെ മൂസയ്ക്ക് 15,000 രൂപ നൽകിയാണ് റസൂൽ ബി സൌദിയിൽ എത്തിയത്. സ്പോൺസറുടെ വീട്ടിലെ സ്ത്രീ ആഭിചാര ക്രിയകൾ നടത്തുന്നവർ ആയിരുന്നു എന്ന് റസൂൽ ബി പറയുന്നു. ഇതിന്റെ ഭാഗമായി റസൂൽ ബിയുടെ ശരീരത്ത് പൊള്ളൽ ഏൽപ്പിക്കുക, വടികൊണ്ട് ശരീരത്ത് അടിക്കുക തുടങ്ങി പീഡനങ്ങൾക്കൊടുവിൽ രക്തസമ്മർദ്ദം വർദ്ധിച്ച് ആശുപത്രിയിൽ ആയി. അവിടെ ഡോക്ടറിനോട് റസൂൽ ബി നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞു. ഡോക്ടർ പോലീസ് അധികാരികൾക്ക് വിവരങ്ങൾ കൈമാറി. നവയുഗം ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത്തിന്റെ തർഹീൽ സന്ദർശന വേളയിൽ തന്റെ വിഷയങ്ങൾ പറയുകയും അവർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. റസൂൽ ബിക്കുള്ള എയർ ടിക്കറ്റ് അൽ ഖോബാർ ആദിൽ അൽ ഖാലിദി ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് മാനേജർ ഫൈസി പാരിപ്പള്ളി എടുത്തു നൽകി. നവയുഗം സാംസ്കാരിക വേദി എല്ലാ വർഷവും നൽകിവരുന്ന അവാർഡ് ഇത്തവണ പ്രവാസ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ പ്രതിഭ തെളിയിച്ച ജനകീയയായ ശ്രീദേവി മേനോന് ആണ് നൽകുന്നത്. തന്റെ കർമ്മമേഖലയെ ശക്തമായ ഇടപെടലുകൾ ആക്കി മാറ്റി പ്രവാസ ലോകത്ത് സാംസ്കാരിക ചലനങ്ങളെ സജീവമായി നിലനിർത്തുന്നതിൽ ഇവർ പ്രമുഖമായ പങ്കാണ് നിർവഹിക്കുന്നത് എന്ന് നവയുഗം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. 2004 കുക്കിന്റെ വിസ ലഭിച്ച് കുവൈറ്റിൽ ജോലിക്കായി പോയ കടക്കാവൂർ സ്വദേശി പ്രദീപിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും പ്രദീപിന്റെ അമ്മയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ ചെന്നതിനുശേഷം പ്രദീപ് ആദ്യം ഒരു തവണ മാത്രമാണ് ഈ വീടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ കുവൈറ്റിൽ നിന്നും സൌദി അറേബ്യയിലേക്ക് കൊണ്ടുപോയതായും ഈ കുടുംബത്തിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 2008 സൌദിയിലെ അഫ്രൽ ബാത്തിലും പ്രദീപിനെ കണ്ടതായി ഇവരുടെ നാട്ടുകാരിൽ നിന്നും ഇവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രദീപ് എവിടെയാണ്, കുവൈറ്റിലാണോ സൌദി അറേബ്യയിലാണോ എന്ന് ഈ കുടുംബത്തിന് യാതൊരു വിവരവും തന്നെയില്ല. പ്രദീപിന്റെ ഭാര്യയോട് ചോദിച്ചറിയാൻ പ്രദീപിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്. എത്ര കാലമായി പ്രദീപ് പോയാൽ തുടങ്ങി? 8 വർഷം. ആദ്യമായിട്ട് പോയത് 8 വർഷം മുമ്പ്? ആദ്യമായിട്ട് പോയത്. നിങ്ങളെ വീട് എവിടെയാന്ന് പറഞ്ഞത്? എന്റെ വീട് വക്കം. കടക്കാവൂർ സ്വദേശിയാണ് പ്രദീപ്. കടക്കാവൂർ സ്വദേശിയാണ്. എത്ര വയസ്സുണ്ടാവും ഇപ്പൊ പ്രദീപിന്? പോയപ്പോഴ് 38 വയസ്സ്. 38 വയസ്സ്. ഇപ്പോ എത്ര 8 കൊല്ലായില്ലേ? 46 വയസ്സ്. എല്ലാവർക്കും വന്നിട്ടേ ഇല്ല? ഇല്ല, വന്നിട്ടേ ഇല്ല. ചെന്നിറങ്ങിയെന്ന് പറഞ്ഞ് മാത്രം വിളിച്ച്, പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. പാസ്പോർട്ടിലെ പേരെങ്ങനെയാ? ഷൺമുഖൻ പ്രദീപ്. ഷൺമുഖൻ പ്രദീപ് എസ് പ്രദീപ് എന്നാണ്. ചെന്ന ഉടനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വിളിച്ചു. ഇവിടെ ഞാൻ സുഖമായി ജോലിക്കാരനാണ്. എന്ത് ജോലിയും ചെയ്യാമെന്നുള്ള ഇതിലാണ് വിസ കൊടുത്തത്. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടായിരുന്നത് കുക്കിന്റെ വിസയാണെന്ന്. ഇവിടുന്ന് ചെന്നിട്ട് നമ്മള് തിരക്കിയപ്പോഴാണ് അറിയുന്നത് കുക്കിന്റെ വിസയാണെന്ന്. വിസ തന്നത് നമ്മളെ അകന്നൊരു ബന്ധുവാണ്, ജയപാൽ എന്ന് പറയും. അയാളെന്ത് പറയണു? മാമൻ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിറക്കി അതുവരെയുള്ള ഇതേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം അറബീന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അറബിയോട് ചോദിച്ചപ്പോഴോ? അറബി ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ നമുക്ക് അച്ഛൻ വിസയുടെ ചെലവ് 45,000 രൂപ, പോണ ചെലവ് 20,000 കൂടി ചേർത്ത് 60,000 രൂപ ഈ ജയപാലൻ എന്ന് പറയുന്ന ആ മാമൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ കായംകുളത്തുള്ള സിയാദ് എന്ന് പറയുന്ന ഒരു മാമന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. പിന്നെ അച്ഛൻ പോയി ഗൾഫിൽ പോയതിനു ശേഷം അവിടെ ചെന്നിട്ട്
അപ്പൊ ഈ കടമൊക്കെ മേടിച്ചോണ്ടാണ് പോയത്. അപ്പൊ ഗൾഫിൽ ചെന്നിട്ട് നമുക്ക് വീടില്ല സ്വന്തമായിട്ട്. അപ്പൊ വീടും കൂടി വെക്കണം എന്ന ഉദ്ദേശത്തിലാണ് പോയത്. അപ്പൊ അവിടെ ചെന്നിറങ്ങിയതിനു ശേഷം പൈസയൊക്കെ അയക്കാന്നും പറഞ്ഞാണ് പോയത്. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കടം വാങ്ങിച്ചവരെല്ലാം വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ എടുത്ത് ലോൺ എടുത്താണ് കടമൊക്കെ വീട്ടിയത്. ഈ പൈസ കൊണ്ട് കൊടുത്ത് സിയാദിനോട് ചോദിച്ചിരുന്നോ അച്ഛൻ എവിടെയാണെന്ന്? ചോദിച്ചിട്ട് അവർക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് പോയിട്ട് ജോലി കിട്ടിയതും അറിയില്ല, ഒന്നും അറിയില്ല. ഇല്ല ചെന്നിറങ്ങിയെന്ന് മാത്രമേ വിളിച്ചോളൂ. പിന്നെ ആർക്കും അറിയില്ല. പിന്നെ ആർക്കും അറിയില്ല. പിന്നെ ഇയാളെ കണ്ടെന്ന് പറഞ്ഞ അവിടെ 2008 കടയ്ക്കാർ സ്വദേശിയാണ് രാജു എന്ന് പറയുന്ന മാമനാണ്. അഫ്രൽ ബാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടെന്ന് പറഞ്ഞത്. സൗദി അറേബ്യ അവിടെ ഉണ്ടാ? അവിടെ വെച്ച് കണ്ടതായിട്ട് കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഉത്തരേ കണ്ടപ്പോ വേറെ ഒന്നും പറഞ്ഞില്ല. ആ മാമൻ നമ്മളോടൊന്നും പറയാം കണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ. സർ, ഇവര് നോർക്ക മുഖാന്തരം ഗവൺമെന്റ് തലത്തിലൊക്കെ ബന്ധപ്പെട്ടപ്പോ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും 2004 അതായത് കുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് അൽ സൽമി ചെക്ക് പോസ്റ്റ് വഴി ഇദ്ദേഹം കടന്നുപോയതായിട്ട് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യയിലുണ്ട് ഇയാൾ. അതായത് ആ ചെക്ക് പോസ്റ്റ് ആ പേപ്പർ എത്തിയെന്നവർക്ക് നോർക്കയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഇവർക്കൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട് പ്രദീപ് എന്ന്. അവിടെ പെരയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ട് ആള്. പക്ഷെ പുള്ളിക്ക് നാട്ടിലേക്ക് വിളിക്കാനൊന്നും യാതൊരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. സൗദി അറേബ്യയിലെ പ്രവാസലോകം പ്രവർത്തകരോടും കുവൈറ്റിലെ പ്രവർത്തകരോടുമാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളി പ്രശ്നങ്ങൾ മിസ്സിംഗ് ആവുന്ന പ്രദേശങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായിട്ട്. പിന്നൊന്ന് മസ്കറ്റാണ്. ഇപ്പൊ അദ്ദേഹം കുവൈറ്റിലേക്ക് പോവുകയും ബോർഡറിൽ കൊണ്ടുപോകുന്ന ഒരു പതിവ് ഇപ്പോ നിരന്തരമായിട്ട് കാണാറുണ്ട്. കുവൈറ്റും സൗദിയും തമ്മിലുള്ള ബോർഡറുകളിൽ പല തൊഴിലാളികളെയും നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടറിയാം. പക്ഷേ ഇവിടെ പ്രദീപിനെ അഫ്രൽ ബാത്തിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നു സൗദി അറേബ്യയിൽ. 2008 4 വർഷം മുമ്പാണ്. 8 വർഷമായിട്ട് ഇദ്ദേഹം വീടുമായിട്ട് യാതൊരു കാരണം വെച്ചാൽ ഇത്തരം ആളുകൾ വീടുമായിട്ട് ബന്ധപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ വീടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്ത് തരത്തിലാണ് ഇയാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഇയാൾ സ്വയം വരുത്തി വെച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കാത്തതാണോ? അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ എനിക്ക് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പുറത്താണ്, ജയിലിന് പുറത്താണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കണം. ജയിലിനകത്താണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളോട് പറയണം. നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നറിയാൻ വീട്ടുകാർക്ക് താല്പര്യമുണ്ടാവും. ഇപ്പൊ അഫ്രൽബാത്തിലുണ്ട് എന്ന് പറയുന്ന പ്രദീപ് വീട്ടിലേക്ക് വിളിക്കാൻ എത്ര രൂപയിടോ? പഴയ കാലം പോലെയല്ലോ, കത്തിടൊന്നും വേണ്ട, ഒരു വിളി ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയാൻ. എന്ത് ചെലവാ വരുന്നത്? അപ്പോ അഫ്രൽബാത്തില് ഉള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രദീപിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ വീട്ടിലേക്കൊന്ന് അറിയിക്കണം. 8 വർഷമായിട്ട് ഒരു കാരണവശാലും വീട്ടിലേക്ക് ഒരു ടെലിഫോൺ പോലും ചെയ്യാൻ തയ്യാറാവാത്ത ഒരാളാണ് പ്രദീപ്. ശരിയല്ല പ്രദീപ് എന്നാണ് പ്രദീപിനോട് പറയാനുള്ളത്. പ്രദീപിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഫോൺ ചെയ്യുന്നതിന് എന്താ? ഇപ്പൊ അവിടെ ഒരുപാട് സംഘടനകൾ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട്. എംബസികൾ കുറച്ചും കൂടി സജീവമായിട്ടുണ്ട്. അപ്പോ ഒരു ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾ കുവൈറ്റിൽ നിന്ന് 2008 സൗദി ബോർഡർ കടന്നു പോയിട്ടുണ്ട് എന്ന് ചെക്ക് പോസ്റ്റ് വഴി അവർക്ക് 8 വർഷം മുമ്പ്. 8 വർഷമായിട്ട് നിങ്ങൾ സൗദിയിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. പ്രദീപ് കഴിയുന്നതും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുന്നതായിരിക്കും നല്ലത്.